നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വാർത്തകളുടെ പ്രധാന ഹെഡ്ലൈനിലേക്ക് ഇടം പിടിക്കുന്നത് നാളെ UDF സർക്കാരിൻ്റെ ബജറ്റാണ്. കേരളത്തിന് ഏതൊക്കെ മേഖലകളിൽ ലഭ്യമാകും, ഈ സർക്കാർ ഒരു ജനകീയ ബജറ്റ് ആയിരിക്കുമോ അവതരിപ്പിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഉറ്റുനോക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ തയ്യാറെടുപ്പാണ്. രാഷ്ട്രീയ തലത്തിലൊക്കെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ നിലപാട്, അതിൽ മുന്നണിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ തുടർന്ന് മുന്നണി നേതാക്കൾ. പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഉപസമിതിക്കാണ് UDF രൂപം നൽകിയിരിക്കുന്നതെന്ന വാദവുമായി LDF. പദ്ധതി നീട്ടിക്കൊണ്ടുപോയ UDF നേതൃത്വം കുട്ടികളോട് മാപ്പ് പറയണമെന്ന് BJP. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നാളെ. പ്രകടന പത്രികയിലെ UDF വാഗ്ദാനങ്ങൾ ബജറ്റിൽ ഇടം നേടുമോ എന്നാണ് ഉറ്റുനോക്കി പൊതുജനം. വരുമാന വർധന നടപടി പ്രതീക്ഷിച്ച് സാമ്പത്തിക വിദഗ്ധർ. കിഫ്ബിയെ പൂർണ്ണമായി അഴിച്ചുപണിയാൻ സാധ്യത. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം. ഫ്രാൻസിൽ വെച്ച കരാറിൽ ഒപ്പുവെച്ചെന്ന് ട്രംപ്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ ഇന്ധന കപ്പൽ ഇന്ന് ഗുജറാത്ത് തീരത്തെത്തും. മാസപ്പടി കേസിൽ വീണ ഹാജരാക്കിയ രേഖകൾ ED വിശദമായി പരിശോധിക്കും. CMRലുമായി ഉണ്ടാക്കിയ രേഖകൾ വീണ EDക്ക് കൈമാറിയെന്ന് സൂചന. SFIO രേഖകൾ ഇന്ന് EDക്ക് ലഭിച്ചേക്കും. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവിന്ന്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ CPM ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിക്ക് മുമ്പിൽ. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്ന് SIT. ഇതിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി. പകർച്ചവ്യാപനത്തിൽ സംസ്ഥാനത്ത് കടുത്ത ആശങ്ക. ഷിഗല്ലയിൽ അതീവ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. ശനിയാഴ്ച വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ വിറപ്പിച്ച് കോങ്കോ. മത്സരം 1-1 സമനിലയിൽ. നിറം മങ്ങി ക്രിസ്ത്യാനോ റൊണാൾഡോ. പനാമയ്ക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന് ഖാനയ്ക്ക് ജയം. പരിക്ക് മാറിയ നെയ്മർ പരിശീലനത്തിനിറങ്ങി. PM ശ്രീ പദ്ധതിയിൽ മുന്നണി നേതാക്കൾക്കിടയിൽ അഭിപ്രായ പ്രകടനങ്ങൾ തുടരുകയാണ്. പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഉപസമിതിക്കാണ് UDF കഴിഞ്ഞ ദിവസം രൂപം നൽകിയിരിക്കുന്നതെന്നാണ് LDFൻ്റെ ആക്ഷേപം. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ച് LDF സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയതാണെന്നും SSK ഫണ്ട് നേടിയെടുക്കുവാനുള്ള ശ്രമം മാത്രമാണ് തങ്ങൾ നടത്തിയതെന്നുമുള്ള വാദമാണ് LDF ഉയർത്തുന്നത്. അതേസമയം പദ്ധതി നീട്ടിക്കൊണ്ടുപോയ UDF നേതൃത്വം കുട്ടികളോട് മാപ്പ് പറയണമെന്നാണ് BJP നേതൃത്വം ആവശ്യപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. രജിത്ത്, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരുന്ന UDF PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിട്ടു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരികയാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന LDF അതിനെ എതിർക്കുകയാണ്. അങ്ങനെ ഒരു ഇതേ കരാർ ഒപ്പുവെച്ചിട്ടില്ല എന്നാണ്. ഈ ആക്ഷേപങ്ങൾ നടക്കുമ്പോൾ പോലും മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? UDF ഏത് തരത്തിലാണ് ഇനി PM ശ്രീയെ ഉടച്ചു വാർക്കാൻ ഉദ്ദേശിക്കുന്നത്? രാജേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ LDF സർക്കാർ തന്നെ ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ PM ശ്രീ പദ്ധതിയിൽ അംഗമായിക്കൊണ്ട് സംസ്ഥാനത്തെ അംഗമായിക്കൊണ്ട് ഒപ്പിടുകയും ചെയ്തിരുന്നു. വാസുകിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നതിനായി കേന്ദ്രത്തിലെത്തുകയും ഒപ്പിടുകയും ചെയ്തത്. പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ സമയത്താണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ സമയത്താണ് CPIയിൽ നിന്നും എതിർപ്പുണ്ടാവുകയും അവർ മന്ത്രിസഭാ യോഗത്തിലടക്കം അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്നടക്കം വിട്ടു നിൽക്കുന്ന നടപടികളിലേക്ക് പോകുമെന്ന ഒരു കാര്യം വന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഈ പദ്ധതി ഒരു വീണ്ടും വിചാരം LDF നടത്തുകയും ചെയ്തത്. അതിനുശേഷം
പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ഏർപ്പെട്ടിട്ടുള്ള കരാർ പ്രകാരം ഇത്തരത്തിൽ ഏകപക്ഷീയമായി പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിൽ തന്നെയും തങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ LDF സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കത്ത് കേന്ദ്രത്തിന് നൽകുകയും ചെയ്തത്, നേരിട്ട് ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തതാണ്. പ്രധാനമായും തങ്ങൾ ഉദ്ദേശിച്ചത് SSA ഫണ്ട് തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ SSA ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കരാറിൽ ഒപ്പിട്ടതെന്ന കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ SSA ഫണ്ട് ലഭ്യമാക്കുന്നതിന് കരാറിൽ ഒപ്പിടുമ്പോഴും ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് ഈ BJP കാവ്യവൽക്കരണം നടത്തുന്നു എന്നാണ്, വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടത്തുന്നു എന്നാണ് നേരത്തെ തന്നെ ഈ LDF ആരോപിച്ചിരുന്നത്. അതിനെതിരെ എന്ത് പ്രതിരോധമാണ് ഇവർ തീർത്തത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. പക്ഷേ SSA ഫണ്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. അത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം, എന്നാൽ മാത്രമേ ഫണ്ട് നൽകുകയുള്ളൂ എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന ന്യായമാണ് LDF സർക്കാർ ഉയർത്തുന്നത്. അതിനുശേഷം പദ്ധതി നടപ്പാക്കേണ്ട ഒരു ഉപസമിതി അടക്കം നിയമിച്ചെങ്കിലും ഉപസമിതി ഒരു തവണ പോലും യോഗം ചേരാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ LDF സർക്കാർ അവകാശപ്പെടുന്നത്. അതേ സമയത്ത് തന്നെ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടും കേന്ദ്ര സർക്കാരിൽ നിന്നും ആദ്യഘട്ടത്തിൽ LDF സർക്കാരിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ആ ആദ്യഘട്ടത്തിൽ ഫണ്ട് അടക്കം ലഭ്യമാവുകയും ഒപ്പിടുകയും ചെയ്തതിന് സംസ്ഥാനം സർക്കാർ ഒപ്പിടുകയും ചെയ്തതിനാൽ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ UDF സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. നേരത്തെ തന്നെ UDF സർക്കാരും ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. UDF സർക്കാർ പറയുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ പദ്ധതിയിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുകൊണ്ട് ഒരു ഉപസമിതിയെ കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉപസമിതി പഠനം നടത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. അതേ സമയത്ത് തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാട്, പദ്ധതി നടപ്പാക്കരുത് എന്ന് നേരത്തെ തന്നെ ആവശ്യവുമായി രംഗത്തേക്ക് എത്തിയിരുന്നു. ആ ഘടകകക്ഷികൾക്കുള്ളിൽ ഇതിന് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നടപടിയിൽ ഏതാനും ഘടകകക്ഷികൾക്കുള്ളിൽ സ്വീകാര്യതയുണ്ടെങ്കിലും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിന് എതിരായി രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ കൈവശമാണ് വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ എന്ത് നിലപാടായിരിക്കും UDF സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയത്ത് തന്നെ BJP ആരോപിക്കുന്നത് ഈ പദ്ധതി കഴിഞ്ഞ 2020 ഒപ്പിടുകയും പിന്നീട് ഇങ്ങോട്ട് 22 നടപ്പാക്കണമെന്ന രംഗത്തേക്ക് അത്യാവശ്യമായി തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അന്ന് നടപ്പാക്കിയിരുന്നുവെങ്കിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾ ലഭ്യമാക്കാതെ ഈ പദ്ധതിയുമായി നീട്ടിക്കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്തം അത് UDF LDF സർക്കാരുകൾക്കാണ് എന്നാണ് BJP പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോടും അതുപോലെ തന്നെ കുട്ടികളോടും ഇവർ മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ തരമില്ല എന്നത് തന്നെയാണ്. ഇനി ഇതിനകത്ത് ഉള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നത് തന്നെയാണ്. ഒരു കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള പാഠ്യപദ്ധതി നടപ്പാക്കാതിരിക്കും, അല്ലെങ്കിൽ പാഠ്യപദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിനായിരിക്കും ഉത്തരവാദിത്വം, സംസ്ഥാനമായിരിക്കും അത് തീരുമാനിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടിലേക്ക് കൂടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഉപസമിതി തീരുമാനിക്കുന്നത് എന്താണോ ആ ഉപസമിതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ എന്ന നിലപാട് UDF സർക്കാർ സ്വീകരിക്കുക. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും PM ശ്രീയുടെ അടുത്ത നടപടിയിലേക്ക് കടക്കാനായി 4 മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സർക്കാർ തീരുമാനിക്കുക. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നു. CMRL കമ്പനിയുമായി എക്സാലോജിക്ക് ഉണ്ടാക്കിയ കരാർ അടക്കമുള്ള രേഖകൾ വീണ EDക്ക് കൈമാറി എന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇന്ന് EDക്ക് നൽകിയേക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോൾ 2 തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വരുന്നത്. SFIOയുടെ ആ റിപ്പോർട്ടും വരുന്നുണ്ട്. ED നേരത്തെ അന്വേഷിച്ചതിൻ്റെ ആ റിപ്പോർട്ടും വെച്ചുകൊണ്ടാണ് ഇനിയൊരു തീരുമാനത്തിലെത്തുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകണോ, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ. എന്തായാലും ED ഉറപ്പിച്ച് തന്നെയാണ് ഇതിൻ്റെ രേഖകൾ റെയ്ഡ് നടത്തി കുറച്ച് രേഖകൾ പിടിച്ചെടുത്തു. ബാങ്ക് രേഖകളെല്ലാം എടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ഈ അന്വേഷണം ഏത് രീതിയിലേക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാണ് EDയുടെ തീരുമാനം?
രാജേഷ്, ഏതായാലും മാസപ്പടി കേസിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇ ഡിക്ക് ലഭിച്ചിട്ടുള്ള ചില രേഖകളുണ്ട്. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകൾ, ഒപ്പം തന്നെ വീണയുടെയും CMRL ഉദ്യോഗസ്ഥരുടെയുമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് രേഖകൾ, കൂടാതെ SFIO ഒക്കെ ലഭിച്ചിട്ടുള്ള SFIO ആദ്യം ഈ കേസിലെ അന്വേഷണം നടത്തിയ സമയത്ത് പിടിച്ചെടുത്തിട്ടുള്ള 134 രേഖകളുണ്ട്. ഈ രേഖകളുടെ അടക്കം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതായാലും ഇന്നലെ ശേഖരിച്ചിട്ടുള്ള വീണയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഈ SFIO പിടിച്ചെടുത്തിട്ടുള്ള 134 രേഖകളും ഇ ഡിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഈ രേഖകൾ കൈമാറും. ഇന്ന് തന്നെ ഈ രേഖകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രേഖകളിൽ പറയുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും നടപടി ഉണ്ടാവുക. നേരത്തെ SFIOയുടെ കണ്ടെത്തലായിരുന്നു 2,78,00,000 രൂപ, അതായത് CMRL നിന്ന് ഇത്തരത്തിൽ 2,78,00,000 രൂപ മാസപ്പടിയായിട്ട് വീണ വാങ്ങിയതായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. ഇത് SFIOയുടെ കണ്ടെത്തലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇ ഡിയുടെ അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നത്. ഏതായാലും ഈ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം വീണക്കെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ CMRLന്റെ അധികൃതരെയും അവിടുത്തെ ജീവനക്കാരെയൊക്കെ ചോദ്യം ചെയ്തു വരികയാണ്. വീണയെ ഇന്നലെ വിളിപ്പിക്കുന്നതിന് മുൻപായി തന്നെ CMRLലെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ ഭാര്യയും 2 മക്കളെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരുന്നു. ഈ ഭാര്യക്കും മക്കൾക്കും ഇവർക്കും CMRLന്റെയും ഒപ്പം തന്നെ CMRLന്റെ ഉപകമ്പനിയായിട്ടുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെയൊക്കെ ചുമതലയുള്ളവരാണ്. ഇവർ കർത്തയുടെ ഭാര്യയായിട്ടുള്ള JS കർത്തയാണ് ഈ എംപവർ ക്യാപിറ്റലിന്റെ ഡയറക്ടറായിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ വായ്പയായിട്ട് വീണ വാങ്ങിയതായിട്ടും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിവരങ്ങളും ഏതായാലും ഇ ഡി ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴിയും പരിശോധിച്ചതിന് ശേഷം ഏതായാലും വീണയുടെ മൊഴിയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ കണ്ടെത്തിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും മൊഴി പരിശോധിച്ചതിന് ശേഷം വീണയെ വീണ്ടും വിളിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിളിപ്പിച്ചില്ലെങ്കിൽ ഇനി മറ്റു നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇ ഡി പരിശോധിച്ചു വരുന്നത്. രാജേഷ്, കിരണാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷണം ഊർജിതമാക്കാൻ അന്വേഷണം സംഘം തയ്യാറാകുകയാണ്. കേസിൻ്റെ അന്വേഷണ ചുമതല മെറിൻ ജോസഫ് IPS കൈമാറിയിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേറ്ററെ കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായ തിരുവള്ളൂർ തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ റിമാൻഡിലാണ്. പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ ചേരുന്നു. ലക്ഷ്മിപ്രിയ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ഈ കണ്ടന്റ് റൈറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോലും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അത് പലതരത്തിൽ ഇഴഞ്ഞു നീങ്ങി അത് ആ കേസ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് പുതിയ സർക്കാർ ഭരണത്തിലേറുന്നതും വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് പുനരന്വേഷണം വരികയും കൂടുതൽ ഊർജിതമാകുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിലാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വ്യക്തമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിൽ ഇത് കോടതിയിൽ നിലനിൽക്കാതെ പോകും. അതുകൊണ്ട് ഇതിൻ്റെ ഉറവിടം തേടിയുള്ള പോലീസിൻ്റെ അന്വേഷണം ഏത് രീതിയിൽ? രാജേഷ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കാഫിർ വിവാദം കത്തിക്കയറുന്നത്. ഏതായാലും ഇതിൻ്റെ ചുമതല വടകര റൂറൽ SP ആയിരുന്ന ഫറാഷിനായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ആ അന്വേഷണ ചുമതല മെറിൻ ജോസഫിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും പുതിയൊരു അന്വേഷണ സംഘം വരുന്നു, അതിന് തലപ്പത്തേക്ക് മറ്റൊരാൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റ് ക്രിയേറ്റർ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ഊർജിതമാക്കുകയാണ് ഇപ്പോൾ ഏതായാലും പുതിയൊരു അന്വേഷണ ചുമതല വഹിച്ചതോടുകൂടി തന്നെ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് ഇത് ഷെയർ ചെയ്യപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോരാളി ഷാജി അതുപോലെ തന്നെ വടകര സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലൊരു സന്ദേശം സ്പ്രെഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അതായത് ഈ ഒരു സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്ത ജിതിൻ ഭാസ്കറിനെ ആദ്യം അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഈ ഒരു അന്വേഷണം തുടരുകയാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് ആദ്യം റിബേഷൻ അയച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ 200 ഗ്രൂപ്പുകളിലേക്ക് അടക്കം ഈ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്
ഉണ്ട് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ജിതിൻ ഭാസ്കർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ഇന്ന് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട് കോടതി. ഏതായാലും ഈ കസ്റ്റഡി അപേക്ഷയിൽ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ, അതായത് ഇതിന് പിന്നെ ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ഏതായാലും ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു വിവാദം കത്തിക്കയറുന്നത്. അതായത് ഈ ഒരു അന്ന് LDF സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന KK ശൈലജ ടീച്ചർ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് അതായത് മുഹമ്മദ് കാസിമാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത് എന്നുള്ള രീതിയിലാണ് അന്ന് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടായിരുന്നു. കേസിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തിലെല്ലാം 2026 മാർച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷം പുതിയൊരു സർക്കാർ വരുന്നു. ഈ ഒരു പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകുന്നു ഈ ഒരു കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു അന്വേഷണം പുനരാരംഭിക്കുന്നത്. ഏതായാലും ജൂൺ 3-നാണ് അന്വേഷണം പുനരാരംഭിക്കുന്നത്. 13 ദിവസത്തിന് ശേഷം ഈ ഒരു കേസിൽ പുതിയൊരു ആളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിബേഷ് അടക്കമുള്ള DYFI നേതാക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും കൂടുതൽ അറസ്റ്റ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം വടകരയിലടക്കം DYFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ജിതിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പുതിയ അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. രാജേഷ്. ലക്ഷ്മിപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായി. കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിലായിരുന്നു കരാർ ഒപ്പുവെച്ചത്. G7 ഉച്ചകോടിക്കിടെ ഫ്രാൻസിൽ വെച്ച് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഡിജിറ്റലായിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചത്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് കടലിടുക്കിലെ ചരക്ക് ഗതാഗതം സാധാരണ നിലയിലുമായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആരംഭിച്ച് ഇന്നേക്ക് 111-ാം ദിവസമാണ് ഇറാൻ അമേരിക്ക സമാധാന കരാറിന് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി വെഴ്സായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. ട്രംപ് ഒപ്പിട്ട കരാർ ഉടമ്പടി ഇറാനിലേക്ക് ഡിജിറ്റലായി കൈമാറുകയും അതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒപ്പിടുകയുമായിരുന്നു. നിലവിലെ ധാരണ പ്രകാരം 14 കരാർ ഉടമ്പടിയിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. കരാർ പ്രകാരം അമേരിക്കയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും ഉടനടി സൈനിക നടപടികൾ അവസാനിപ്പിക്കുമെന്നും പരസ്പരം ഭീഷണിപ്പെടുത്തില്ലെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ കരാർ പ്രകാരം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ഇല്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ലഘൂകരിക്കുകയും ചെയ്യും. എന്നാൽ ഇറാൻ കരാർ ലംഘിച്ചാൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം നാളെ ജനീവയിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് മാറ്റമില്ല. കരാർ ഒപ്പുവെച്ചതോടെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ അന്തിമ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ പൂർത്തിയാക്കും. കരാർ നിലവിൽ വന്നതോടെ ഹോർമൂസിലെ ചരക്ക് ഗതാഗതം സാധാരണ നിലയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തിച്ചേരും. 62,370 മെട്രിക് ടൺ LNGയുമായാണ് കപ്പൽ എത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. കേന്ദ്രം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ഹോർമുസ് കടന്ന് ഈ കപ്പലുകൾ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യയിലുണ്ടായിരുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് അയവ് വരും എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. നീറ്റ് പുനഃപരീക്ഷയെ തുടർന്ന് ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണം ചോദ്യം ചെയ്ത് ടെലിഗ്രാം നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. നിയന്ത്രണം അടിയന്തരമായി റദ്ദാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നില്ല. ഹർജിയിൽ ഇന്ന് കേന്ദ്ര സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കും. ടെലിഗ്രാമിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ പ്ലാറ്റ്ഫോമിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർ പരാജയപ്പെട്ടുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മുൻകൂർ വാദം കേൾക്കാതെ ഏകപക്ഷീയമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തതെന്നാണ് ടെലിഗ്രാമിൻ്റെ വാദം. പാർട്ടിയിലെ വിമത നീക്കത്തിനിടയിൽ ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. യുദ്ധപക്ഷത്തുള്ള 6 MPമാർ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുമായി ചർച്ച നടത്തി. ഡൽഹിയിലെത്തിയ MPമാർ
ഇന്ത്യക്കൊപ്പം ചേരാൻ സ്പീക്കറെ കണ്ട് കത്ത് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, NCP ശരത് പവാർ വിഭാഗം ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ശിവസേന ഉദ്ധവ് വിഭാഗവും യോഗം ചേരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് വഴിവെക്കുന്നത്? രാജേഷ്, തീർച്ചയായും മഹാരാഷ്ട്രയും ശിവസേനയും ശരത് പവാർ NCP ശരത് പവാർ വിഭാഗവും ഒരുപോലെ പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയും ഉദ്ധവ് വിഭാഗത്തിന് മുതിർന്ന നേതാക്കളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഉദ്ധവ് പക്ഷത്ത് ആകെ 9 MP-മാരാണുള്ളത്. ഇതിൽ 6 MP-മാരും നിലവിൽ ഡൽഹിയിലെത്തി NDAയുമായുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവർ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് NDAയുടെ ഭാഗമാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ വിമത നീക്കം ശക്തമായതോടുകൂടിയാണ് ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും ഇന്നിപ്പോൾ നേതൃയോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പക്ഷെ ആ യോഗത്തിൽ എത്രത്തോളം നേതാക്കൾ എത്തും എന്നാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ശിവസേന പിളരുകയും ഉദ്ധവ് വിഭാഗവും ഷിൻഡെ വിഭാഗവുമായി മാറിയിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും ഉദ്ധവ് പക്ഷത്തു നിന്ന് മുതിർന്ന MP-മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഷിൻഡെ വിഭാഗത്തേക്ക് ചുവട് മാറ്റുന്നത്. ഇതിനെതിരെ വലിയ ആരോപണം ഇന്നലെ സഞ്ജയ് റൌട്ട് MP ഉന്നയിച്ചിരുന്നു. NDA MP-മാർക്ക് പണം നൽകി സ്വാധീനിച്ചതാണ്, ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് MP-മാരെ കൊണ്ടുപോയത് തുടങ്ങിയിട്ടുള്ള ആരോപണമായിരുന്നു സഞ്ജയ് റൌട്ട് ഉന്നയിച്ചത്. ഏതായാലും ഡൽഹിയിലെത്തിയിട്ടുള്ള ഉദ്ധവ് വിഭാഗം MP-മാർ ഉടൻ തന്നെ സ്പീക്കറെ കണ്ടുകൊണ്ട് NDAയിലേക്ക് മാറുന്നതിന് കത്ത് നൽകും. രാജേഷ്, ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിനൊപ്പം തന്നെ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF നടത്തിയ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും ബജറ്റിൽ ഇടം നേടുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഏറെ പ്രതീക്ഷയോടെ ആണ് ഈ ബജറ്റിനെ കാണുന്നത്. കാരണം കാലിയായ ഖജനാവെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഈ ഉത്തരവാദിത്വമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ധനവകുപ്പും കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ മുന്നിൽ നിരവധി കടമ്പകളാണ് കടക്കാനുള്ളത്. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, ഇപ്പോൾ KSRTC ഉൾപ്പെടെയുള്ള പ്രിയദർശിനി യാത്ര, സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷേ ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നതും അതുതന്നെയായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും? രാജേഷ് പറഞ്ഞത് തന്നെയാണ്. ഈ മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഇതിനു മുമ്പ് R ശങ്കറും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമാണ് ധനമന്ത്രിമാരായിരുന്നുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാർ. അതിനുശേഷം ഇപ്പോൾ VD സതീശൻ അദ്ദേഹം ധനവകുപ്പ് ആദ്യം തന്നെ ഏറ്റെടുക്കുകയും പിന്നീട് ധനവകുപ്പിൽ തനിക്ക് തന്നെ വേണമെന്നൊരു നിലപാട് അദ്ദേഹം നേരത്തെ തന്നെ അറിയിക്കുക, ധനവകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ളവ മുന്നിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ അധികാരത്തിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ബജറ്റ് അവതരണത്തിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം ധവളപത്രവും പുറത്തിറക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ഖജനാവ് കാലിയാണ് എന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം അടക്കം പുറത്തിറക്കിക്കൊണ്ടാണ് ബജറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളൊക്കെ ഏത് രീതിയിൽ നടപ്പാക്കുമെന്ന് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ 2 പദ്ധതികൾ, അത് KSRTCയിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്രയും ഒപ്പം തന്നെ നേരത്തെ തന്നെ ആശാ വർക്കർമാർക്കുള്ള ധനസഹായ പ്രഖ്യാപനം അടക്കം, ഓണററി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് മറ്റു പദ്ധതികളിലേക്ക് ഇപ്പോൾ ബജറ്റിലേക്ക് എത്തുന്നത് എന്നാണ്. ആ പദ്ധതികളൊക്കെ ഇനി ബജറ്റിൽ ഉണ്ടാകുമോ എന്നുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള 1000 രൂപയുടെ പ്രഖ്യാപനമുണ്ട്. ഒപ്പം തന്നെ സംരംഭകർക്കുള്ള പലിശരഹിത വായ്പയുണ്ട്. ജീവനക്കാർക്ക് നൽകുന്ന DAയുടെ വർധനവ് അടക്കമുള്ള ആനുകൂല്യങ്ങളുണ്ട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നാളെ വരാൻ പോകുന്ന ബജറ്റിൽ ഉണ്ടാകുമോ എന്ന കാര്യം ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാളെ നടക്കുന്ന ഈ ബജറ്റ് കാര്യവുമായി അതിൽ ഏറ്റവും പ്രധാനം മറ്റൊന്നുള്ളത്
അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എന്തൊക്കെ പദ്ധതികളായിരിക്കും സർക്കാർ വരുത്തുക എന്നതാണ്. ആ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും പ്രധാനമായിക്കൊണ്ട് കിഫ്ബി ആണ് നേരത്തെ കഴിഞ്ഞ സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് വന്നിരുന്ന കാര്യങ്ങൾ. നടത്തിക്കൊണ്ട് വന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബിയെ ഉടച്ചു വാർക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒരു എന്തു തന്നെ ആയാലും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് തുക എത്തുന്ന തരത്തിലേക്ക് ഈ കിഫ്ബിയെ ഉടച്ചു വാർക്കുന്ന തരത്തിലേക്ക് കിഫ്ബി നേരത്തെ സർക്കാരിൻ്റെ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു കിഫ്ബി നടത്തിക്കൊണ്ട് വന്നത്. അത് സംസ്ഥാന സർക്കാരിന് കൂടി പ്രയോജനമാകുന്ന തരത്തിലേക്ക് ഉടച്ചു വാർക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയാണ് ജനോപകാരപ്രദമായ വിവിധ പദ്ധതികൾ നേരത്തെ തന്നെ UDF സർക്കാർ ഉയർത്തിക്കൊണ്ടുവരികയും കഴിഞ്ഞ സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നാളത്തെ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന കാര്യം കൂടി ആളുകൾ ഉറ്റുനോക്കുകയാണ്. എന്തിനായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വി ഡി സതീശൻ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത്. ആ പ്രതീക്ഷ തന്നെ അവർ ബജറ്റിലും വെച്ച് പുലർത്തുന്നു. നാളെ നടക്കുന്ന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നവർ ഉറ്റുനോക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും രജിതാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് നാളത്തെ ബജറ്റിനെ പൊതുജനങ്ങൾ കാണുന്നത്. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് പാലക്കാട് നെൽകർഷകരും നെല്ല് സംഭരണത്തിന് ആവശ്യമായ മുഴുവൻ തുകയും ബജറ്റിൽ വകയിരുത്തണമെന്നാണ് അവരുടെ ആവശ്യം. കാര്യമായ മഴ ലഭിക്കാത്തതോടെ ഒന്നാം വിള ഇറക്കുന്നതും പ്രതിസന്ധിയിലായി. 19-ാം തീയതി UDF സർക്കാർ ആദ്യ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ കാർഷിക മേഖലയ്ക്ക് കാര്യമായ പ്രാധാന്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ നെൽകർഷകർ. നെല്ല് സംഭരണത്തിനാവശ്യമായ മുഴുവൻ തുകയും ബജറ്റിൽ വകയിരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആവശ്യത്തിന് പണം അനുവദിച്ചാൽ നെല്ല് സംഭരിച്ച 2-3 ദിവസത്തിനകം തുക കർഷകരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കാനാകും. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കൂട്ടുമ്പോൾ അതിനാനുപാതികമായി സംസ്ഥാനം സ്വന്തം വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന രീതി തുടരില്ലെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ആശ്വാസം നൽകുന്നതാണെന്നും കർഷകർ പറഞ്ഞു. നെല്ല് സംഭരണ സമയത്ത് നടത്താറില്ല, നടത്തിയാൽ തന്നെ അവർക്ക് സമയത്തിനും പൈസ കിട്ടാറില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻ കണ്ട് ഒരു നിശ്ചിത സംഖ്യ അതിലേക്ക് മാറ്റിവെച്ചാൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കൃഷി നഷ്ടത്തിലാണ് ഇപ്പോഴും പല കർഷകരും. അപ്പോൾ അവർ തന്നെ ഉള്ള കൃഷിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ നിലനിർത്താൻ കഴിയണമെങ്കിൽ അവർക്ക് നിശ്ചിതമായ ഒരു വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വില നിശ്ചയിച്ച് അവർക്ക് സമയബന്ധിതമായി അത് കൊടുക്കാനുള്ള ഒരു നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജില്ലയിൽ കാര്യമായ മഴ ലഭിക്കാത്തത് മൂലം ഒന്നാം വിളറക്കുന്നത് നിലവിൽ പ്രതിസന്ധിയിലാണ്. പാടം ഉഴുതുമറിക്കാൻ ആവശ്യമായ വെള്ളം പലയിടത്തും എത്തിയിട്ടില്ല. വലിയ നഷ്ടം സഹിച്ചും കൃഷിപ്പണി തുടരുന്ന കർഷകർക്കായി ബജറ്റിൽ വിസ്മയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അമൃത ന്യൂസ്, പാലക്കാട്. ഒരു കാലത്ത് കേരളത്തിൻ്റെ വ്യവസായ മേഖലയുടെ നട്ടലായിരുന്ന കശുവണ്ടി മേഖല ഇന്ന് പ്രതിസന്ധികളുടെ നടുവിലാണ്. അസംസ്കൃത കശുവണ്ടിയുടെ വിലക്കയറ്റവും ഇറക്കുമതി തടസ്സങ്ങളും തൊഴിലാളി പ്രശ്നങ്ങളും മൂലം മേഖല കടുത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ഈ മേഖല കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിന്റെ വ്യവസായ മേഖലയുടെയും തൊഴിൽ രംഗത്തിന്റെയും കരുത്തായിരുന്ന കശുവണ്ടി മേഖല ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. അസംസ്കൃത കശുവണ്ടിയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും നിരവധി ഫാക്ടറികളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ കേരളത്തിന്റെ പരമ്പരാഗതമായ കശുവണ്ടി വ്യവസായ മേഖല ഇത്തവണയും ഏറെ പ്രതീക്ഷകളിലാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനുമുള്ള പദ്ധതികളും ഫാക്ടറികൾ നവീകരിക്കാനും തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജുകളുമാണ് കശുവണ്ടി വ്യവസായ മേഖലയുടെ പ്രതീക്ഷ. ഈ വ്യവസായം തന്നെ അന്യവൽക്കരിച്ച് ഈ വ്യവസായം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് ഇല്ലെന്നാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് നിൽക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾ തുറക്കുന്നതിന് ആവശ്യമായ തോട്ടണ്ടി ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിന് ആവശ്യമായ തോട്ടണ്ടി വാങ്ങാനുള്ള തുക വരുന്ന ബഡ്ജറ്റിൽ നീക്കിവെക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തന്നെ UDFന്റെ നേതാക്കന്മാർക്ക് അറിയുള്ളതാണ്. UDFന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ മെച്ചപ്പെട്ട തൊഴിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന്. അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. സംസ്ഥാനത്തെ പൊതുമേഖലാ കശുവണ്ടി ഫാക്ടറികൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പ്രവർത്തന മൂലധനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി പ്രത്യേക ധനസഹായം ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസായ മേഖലയിലെ ആവശ്യം. ആയിരക്കണക്കിന് തൊഴിലാളികൾ ആശ്രയിക്കുന്ന മേഖലയായതിനാൽ ക്ഷേമ പദ്ധതികൾക്കും പെൻഷൻ ആനുകൂല്യങ്ങൾക്കും കൂടുതൽ തുക വകയിരുത്തണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു.
കൂടാതെ കേരള കശുവണ്ടിയുടെ ബ്രാൻഡിംഗ്, കയറ്റുമതി പ്രോത്സാഹനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനം എന്നിവയ്ക്കുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് വ്യവസായ മേഖലയിലെ പ്രതീക്ഷ. മേഖലയെ വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് കശുവണ്ടി വ്യവസായ മേഖല ഉറ്റുനോക്കുന്നത്. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയുടെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, 2-3 ദിവസമായിട്ട് സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിലും മഴയില്ല എന്നൊരു പരാതിയായിരുന്നു. കാരണം ഈ കാലവർഷം അടുത്തതോടെ മഴ കാര്യമായി ലഭിച്ചില്ല എന്ന പരാതിയായിരുന്നല്ലോ. സാധാരണ സ്കൂൾ തുറക്കുമ്പോഴൊക്കെ ശക്തമായ മഴയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു മാസത്തോളം. പക്ഷേ ഇപ്പം മഴയില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ്. എന്തൊക്കെ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്? രാജേഷ്, ഇന്നും വരും ദിവസങ്ങളിലും അടക്കം വലിയൊരു മഴ തന്നെ സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 7 ജില്ലകളിലാണ് സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിലൊന്നും തന്നെ മഴ മുന്നറിയിപ്പില്ല. ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഏതായാലും നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അപകട സാധ്യതയുള്ള മേഖലകളിലുള്ള ജനങ്ങളെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഏതായാലും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ളത്. ഏതായാലും മഴ ഇത്തരത്തിൽ കൂടും എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നൊരു സാഹചര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് ജില്ലാ ഭരണകൂടങ്ങളും തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും ഇവിടെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയ തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണ്ട നടപടികളെല്ലാം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. എന്നാൽ നാളെ ജില്ലകളിലൊന്നും തന്നെ, സംസ്ഥാനത്തിലെ ഒരു ജില്ലകളിലൊന്നും തന്നെ മഴ മുന്നറിയിപ്പില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ വീണ്ടും മഴ ശക്തമാകും എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാജേഷ്. യെസ്, കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്. എല്ലായിടത്തും കാൽപന്തിൻ്റെ ആവേശമാണ്. ലോകകപ്പിലെ മികച്ച ടീമുകളിലൊന്നായ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കന്നി ലോകകപ്പ് കളിക്കുന്ന കോങ്കോ. ഗ്രൂപ്പ് കെയിൽ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. കളി തുടങ്ങിയ 6-ാം മിനിറ്റിലാണ് പോർച്ചുഗൽ ഗോൾ നേടിയത്. പെഡ്രോനെറ്റോ നൽകിയ ക്രോസ് മികച്ചൊരു ഹെഡറിലൂടെ ജാവോ നെവസ് വലയിലാക്കുകയായിരുന്നു. അതേസമയം ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോങ്കോയുടെ ചരിത്ര ഗോൾ പിറന്നു. കോർണർ കിക്കിൽ ആർത്തുർ മസാക്കു നൽകിയ ക്രോസ് ഹെഡറിലൂടെ യുവാൻ വിസ വലയിലാക്കി. പോർച്ചുഗലിൻ്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിറം മങ്ങിയത് ആരാധകരെയും നിരാശയാക്കി. വലത് കാലിനേറ്റ പരിക്കിനെ തുടർന്ന് 1 മാസമായി പുറത്തിരുന്ന ബ്രസീൽ താരം നെയ്മർ പരിശീലനത്തിന് ഇറങ്ങി. ഇന്നലെ ന്യൂജേഴ്സിയിലെ മോറിസ് ടൗണിൽ നടന്ന ക്ലബിൻ്റെ പരിശീലനത്തിൽ യൂണിഫോമിലാണ് പരിശീലനം നടത്തിയത്. ടീമുകൾക്കൊപ്പമാണ് പരിശീലനത്തിന് ഇറങ്ങിയത്. 34-കാരനായ താരം അമേരിക്കയിൽ എത്തിയതിനു ശേഷം ആദ്യമായി ചൊവ്വാഴ്ച സൈഡ് ലൈനിൽ ഒറ്റയ്ക്ക് പരിശീലനം നടത്തിയിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന് മാറ്റുകൂട്ടി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരുക്കിയ ലോകകപ്പ് ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമാകുന്നു. കളിമിടുക്കിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ വലിയൊരു സന്ദേശം കൂടി പങ്കുവയ്ക്കുകയാണ് ഈ ക്യാമ്പസ്. ഉപയോഗശൂന്യമായ സോഡാ കുപ്പിയുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ലോക ഫുട്ബോളിലെ വിസ്മയങ്ങളായ ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ കൂറ്റൻ മുഖചിത്രങ്ങൾ കോളേജിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വേസ്റ്റ് ടു വണ്ടർ എന്ന ആശയം മുൻനിർത്തിയാണ് നിർമ്മല കോളേജിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ മനോഹര ദൃശ്യം ഒരുക്കിയിരിക്കുന്നത്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായ മാലിന്യ സംസ്കരണത്തിന്
ഒരു കലാലയം തങ്ങളുടെ കലയിലൂടെ നൽകുന്ന മറുപടി കൂടിയാണിത്. 1000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഭീമൻ ചിത്രത്തിന് പിന്നിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അജയ് വി ജോണിന്റെ മനോഹരമായ ആശയമുണ്ട്. കടുത്ത അർജന്റീന മെസ്സി ആരാധകനായ അജയ് 3 വർഷം മുൻപും മെസ്സിയുടെ ഒരു കൂറ്റൻ ചിത്രം ഇതുപോലെ തന്നെ ഒരുക്കി ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ അന്ന് ചാർട്ട് പേപ്പർ കൊണ്ടാണ് ആ ചിത്രം ചെയ്തത്. നീണ്ട 2 മാസക്കാലം കൊണ്ടാണ് 1,06,000-ഓളം സോഡാ ക്യാപ്പുകൾ ശേഖരിച്ചത്. തുടർന്ന് നിർമ്മല കോളേജിലെ അധ്യാപകരും 250-ഓളം വരുന്ന വിദ്യാർത്ഥികളും കലാസൃഷ്ടിക്കായി കൈകോർത്തു. ശേഖരിച്ച ഓരോ ക്യാപ്പും പ്രത്യേകം ബോർഡുകളിലായി ഒട്ടിച്ച് അതിൽ പെയിന്റ് അടിച്ചാണ് താരങ്ങളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പുനർജനിച്ചത്. ഇതിൽ അവസാന ഘട്ടത്തിലെ ബോർഡുകൾ ഒട്ടിച്ച് ചിത്രം പൂർത്തിയാക്കുന്ന ജോലി വെറും 7 ദിവസത്തെ റെക്കോർഡ് സമയം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയത്. ഈ ഒരു വേൾഡ് കപ്പ് നമ്മളുടെ മെസ്സിയുടെയും റൊണാൾഡോയുടെ നെയ്മറിൻ്റെയൊക്കെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് എല്ലാവർക്കും ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ടൊരു വലിയൊരു വർക്ക് ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതും ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു വർക്കാണ്. 1,06,000 ക്യാപ്പുകളാണ് നമ്മൾ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽസ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടാണ് കളക്ട് ചെയ്തത്. ഡയറക്റ്റായിട്ട് സോഡ ഹൗസുകളിൽ പോയി മാനുഫാക്ചറിങ് ഷോപ്പിൽ പോയി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കടകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബാറുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പല സ്ഥാപനങ്ങളിൽ പോയിട്ട് കളക്ട് ചെയ്താണ് നമ്മൾ ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ വിദ്യാർത്ഥികളുടെ ഈ വലിയ കൂട്ടായ്മയ്ക്കും പുതുമയാർന്ന ആശയത്തിനും പൂർണ്ണ പിന്തുണയുമായി കോളേജ് മാനേജ്മെന്റും ഒപ്പമുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഈ വേൾഡ് കപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ഇത്തരത്തിൽ മാലിന്യവിമുക്തമാക്കുന്ന ഒരു രാജ്യത്തിന്, ലോകത്തിനു വേണ്ടി നമുക്ക് കൈകോർക്കാം. സമഗ്രമായിട്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇത്തരം ഒരു ആശയത്തെ വലിയൊരു കലാസൃഷ്ടിയാക്കി മാറ്റാൻ സഹായിച്ചത്. ലോകകപ്പ് കാലയളവിലുടനീളം കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി ഈ ഇൻസ്റ്റലേഷൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ പ്രദർശിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പിൽ തങ്ങളുടെ ഇഷ്ട ടീമുകൾക്ക് പിന്തുണയുമായി ആരാധകർ വ്യത്യസ്തയാർന്ന പ്രചരണ പരിപാടികളാണ് നാടകം ഒരുക്കുന്നത്. ഇക്കോ ഫ്രണ്ട്ലി മെഗാ പതാകയുമായി കോഴിക്കോട് മുക്കത്തെ ഇരുവഴിഞ്ഞി പുഴയ്ക്ക് കുറുകെ ഒരുക്കിയ അർജീനിയൻ ആവേശം തരംഗമാകുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ നാടും നഗരവും കൂറ്റൻ കട്ടൗട്ടുകളും പ്ലാസ്റ്റിക് ഫ്ലക്സ് ബോർഡുകളും കൊണ്ട് നിറയുമ്പോൾ തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൗഹൃദവുമായ വേറിട്ടൊരു മാതൃകയായി എത്തിയിരിക്കുകയാണ് മുക്കത്തെ അർജന്റീന ആരാധകർ. തുണിയിൽ തീർത്ത അർജന്റീനയുടെ ഏറ്റവും വലിയ പതാകയാണ് വേറിട്ട കാഴ്ചയാകുന്നത്. അരീക്കോട് മുക്കം റോഡിലെ പാലത്തിന് സമീപം പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെയാണ് ആരാധകർ ഈ ഭീമൻ പതാക കെട്ടിയുയർത്തിയത്. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ എങ്ങനെ വേറിട്ട ആവേശം തീർക്കാമെന്ന ചിന്തയിലാണ് ഫുട്ബോൾ ആരാധകരായ മനു മുക്കവും റഫീഖ് തോട്ടുമുക്കവും ഈ ആശയത്തിലേക്ക് എത്തിയത്. ഈ പരിസ്ഥിതി സൗഹൃദ ആശയം മുക്കത്തെ ജനങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മുക്കത്തെ ജ്വല്ലറിയായ ദിയ ഗോൾഡാണ് ഇതിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്നത്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ തിരുപ്പൂരിൽ നിന്നാണ് തുണി എത്തിച്ചത്. 60 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുള്ള കൂറ്റൻ പതാക ഒടുവിൽ തുന്നിയെടുത്തു. അർജന്റീനയുടെ ഔദ്യോഗിക മുദ്ര ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് 3 മണിക്കൂർ സമയമെടുത്താണ് വരപ്പിച്ചത്. ഫ്ലക്സ് വെക്കുമ്പോൾ നമുക്ക് പ്രകൃതിക്ക് ദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും വരും പല രീതിക്കും. അപ്പോൾ ഇത് ക്ലോത്ത് തുണിയാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതൊരു പുഴയ്ക്ക് കുറുകെയാണ് കെട്ടിയത്, എയറിലാണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാവുന്നല്ലോ. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യണം എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഏറെ മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിലൊടുവിലാണ് ആരാധക കൂട്ടം പുഴയ്ക്ക് കുറുകെ പതാക സുരക്ഷിതമായി കെട്ടിയുയർത്തിയത്. ഈ ദൃശ്യം കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി ആളുകളാണ് മുക്കം പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വിവിധ കാരണങ്ങളാൽ കഴിഞ്ഞ ഒരു വർഷത്തിനകം സംസ്ഥാനത്ത് നെൽകൃഷി ഉപേക്ഷിച്ചത് 1,00,000-ന് മുകളിൽ കർഷകരാണ്. സപ്ലൈകോ വെബ്സൈറ്റിലെ പാഡി പേയ്മെൻറ്റ് സ്റ്റാറ്റസിലാണ് നഷ്ടകാരണം പിടിച്ചു നിൽക്കാനാകാതെ നെൽകർഷകർ കൃഷി തന്നെ ഉപേക്ഷിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തായത്. സംസ്ഥാനത്ത് നെല്ല് ഉൽപ്പാദനത്തിൽ മുന്നോക്കം നിൽക്കുന്ന പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും അധികം കർഷകർ തങ്ങളുടെ വർഷങ്ങളായുള്ള ഉപജീവന മാർഗം ഒടുവിൽ ഉപേക്ഷിച്ചത്. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗവും ഓരുവെള്ള പ്രവാഹവും പുഞ്ചനെൽകൃഷി വൻ നഷ്ടത്തിലാക്കി. ഈ സീസണിലെ കണക്ക് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ മാത്രം 243 ഹെക്ടറിലുണ്ടായ നെൽകൃഷി നാശത്തിൽ 271 കർഷകർക്കായി 3.64 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്.
സംസ്ഥാനത്ത് 2024-25 വർഷം 2,06,879 കർഷകരാണ് 2 സീസണുകളിലായി നെൽകൃഷിയിൽ ഏർപ്പെട്ടത്. എന്നാൽ 2025-26 ഇത് 1,50,827 കുറഞ്ഞു. കൃഷിയും കർഷകരും കുറഞ്ഞതോടെ മുൻവർഷത്തേക്കാൾ 3.49 കോടി രൂപയുടെ നെല്ലിൻ്റെ കുറവാണ് ഇത്തവണ കേരളത്തിലുണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ കൃഷി ഉപേക്ഷിക്കാൻ കർഷകർക്ക് കാരണങ്ങൾ നിരവധിയാണ്. സംഭരിച്ച നെല്ലിൻ്റെ വില പൂർണ്ണമായി കൊടുത്തു തീർക്കാത്തതാണ് മുഖ്യ കാരണം. അതിനു പുറമെ മില്ലുകാർ ഏർപ്പെടുത്തുന്ന അമിത കിഴിവും കൂലി വർധനയും രാസവള കീടനാശിനി വില വർധനയും പ്രതികൂല ഘടകങ്ങളാണ്. ഇതിനൊക്കെ പുറമെ തൊഴിലാളി ക്ഷാമവും വിവിധ സബ്സിഡികളിൽ നൽകാനുള്ള കുടിശ്ശികയും മടവീഴ്ചയും തുടങ്ങി നെൽകർഷകൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എണ്ണിയാലൊടുങ്ങില്ല. അപ്പോഴും സർക്കാർ തലത്തിൽ മതിയായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നെൽകാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിൽ നിന്ന് ഇനിയെങ്കിലും കാര്യക്ഷമമായ ഇടപെടലും കർഷകക്ഷേമ നടപടികളും ഉണ്ടാകാത്ത പക്ഷം ശേഷിക്കുന്ന കർഷകർ കൂടി കൃഷി ഉപേക്ഷിച്ചാലും അത്ഭുതപ്പെടാനില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ. വിദേശ വിപണിയിൽ വൻ മാർക്കറ്റുള്ള മഡ് ക്രാബ് അഥവാ പച്ചക്കാലൻ ഞണ്ട് കൃഷിയിൽ വിജയം തീർക്കുകയാണ് കാസർഗോഡ് ഐറ്റിയിലെ ഷിബിൻ. കിലോയ്ക്ക് 2200 മുതൽ 3000 രൂപ വരെയാണ് വില. കവായ് കായൽ ബോക്സുകളിലാക്കി വളർത്തുന്ന പച്ചക്കാലൻ ഞണ്ട് കയറ്റുമതിക്കായി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കായൽ ജലത്തിൽ ബോക്സുകളിലാക്കി വളർത്തുന്ന പച്ചക്കാലൻ ഞണ്ടിന്റെ വലിപ്പവും നിറവും ആരെയും ഒന്ന് ആകർഷിക്കും. 1 കിലോയ്ക്ക് മുകളിൽ തൂക്കമെത്തിയ ഞണ്ടുകൾ കാഴ്ചയിൽ ഗംഭീരം. കവായിക്കായലിലെ ഷിബിന്റെ ഞണ്ട് കൃഷി ആരുമൊന്ന് നോക്കി നിൽക്കും. വിദേശ വിപണിയിൽ വൻ മാർക്കറ്റുള്ള മഡ് ക്രാബ് അഥവാ പച്ചക്കാലൻ ഞണ്ട് കൃഷി 2020 മുതലാണ് ഷിബിൻ തുടങ്ങിയത്. 1.5 കിലോ വരെ തൂക്കമുള്ള പച്ചക്കാലൻ ഞണ്ടുകൾ ഇവിടെ നിന്ന് വിദേശ കയറ്റുമതിക്കായി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കിലോവിന് മാർക്കറ്റ് വില 3000 രൂപ വരെ ഉയരും. 3/4 കിലോ മുതൽ 1 കിലോ വരെ തൂക്കമുള്ള ഞണ്ടുകൾക്ക് 1800 മുതൽ 2200 രൂപ വരെ നിലവിൽ വിലയുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശ മാർക്കറ്റിൽ ലഭിക്കുന്ന മത്സ്യത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് ഈ പച്ചക്കാലൻ ഞണ്ട്. പുഴയിൽ പോകുന്ന മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ലഭിക്കുന്ന വാട്ടർ ക്രാബ് കളക്ട് ചെയ്ത് അത് 1 മാസം 1.5 മാസത്തോളം തീറ്റ കൊടുത്തിട്ട് മഡ് ക്രാബാക്കി മാറ്റുന്ന കൃഷി രീതിയാണ് നിലവിൽ ഞാൻ ചെയ്യുന്നത്. കായൽ ജലത്തിലെ ഉപ്പിന്റെ അളവും ലഭിക്കുന്ന തീറ്റകളും ഇവയുടെ വളർച്ചയ്ക്ക് പ്രധാന ഘടകമാണ്. പുഴകളിൽ നിന്നും കായലുകളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വാട്ടർ ക്രാബുകൾ 500 രൂപ നിരക്കിൽ വാങ്ങി 1.5 മാസം വരെ വളർത്തിയാണ് കയറ്റുമതിക്കായി ഷിബിൻ തയ്യാറാക്കുന്നത്. ആഴ്ചയിൽ 20 എണ്ണം വീതം ഏജന്റ് മുഖാന്തരം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. കിലോന് മുകളിലുള്ള ഞണ്ടാണ് ഞാൻ എടുക്കല്. ആ ഞണ്ട് മാത്രമേ ഞാൻ എടുക്കല്ലോ. 1/2 കിലോ പ്ലസ് വരുന്ന ഞണ്ട്. 1 കിലോ ഫുള്ള് തൂങ്ങുന്ന ഒരു ഞണ്ടിന് നിലവിൽ 2800-3000 രൂപ മാർക്കറ്റുണ്ട്. നിലവിൽ 150 ബോക്സുകളിലായാണ് കവായ് കായലിലെ ഞണ്ട് വളർത്തൽ. ഇവയുടെ വളർച്ചയ്ക്കായി മത്തി 2 നേരങ്ങളിൽ തീറ്റയായി നൽകുന്നു. കായൽ ആസ്വാദനത്തിനായി എത്തുന്നവർക്ക് ഇതൊരു പ്രധാന കാഴ്ച തന്നെ. 2020 മുതൽ തുടങ്ങിയ ഈ പച്ചക്കാലൻ ഞണ്ട് കൃഷി വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഷിബിന്റെ ജീവിതത്തിൽ. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് കവായ് കായലിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ ഇഡിയുടെ പരിശോധന. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്തെ 4 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇഡി പരിശോധന നടക്കുന്നത്. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, നേരത്തെ തന്നെ ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും, പല സ്വകാര്യ ആശുപത്രികളിലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലൊക്കെ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് അഴിമതികൾ നടക്കുന്നുണ്ടെന്നൊക്കെ തരത്തിലുള്ള ഒരു പരാതികളുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പരിശോധന വന്നത്? രാജേഷ്, സംസ്ഥാന വ്യാപകമായി പലതവണയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവയവ കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നത്. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി എന്നീ 4 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ ലേക്ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് പരിശോധന. നേരത്തെയും ഇവിടെ പോലീസ് പരിശോധന നടത്തിയതാണ്. അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് ഇത്തരത്തിൽ അവയവദാനം നടത്തിയതായിട്ടുള്ള
വാർത്ത പുറത്തു വന്നിരുന്നത്. ഇതിനുശേഷം പോലീസ് കേസെടുക്കുകയും എറണാകുളം റൂറൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആ സമയത്ത് ചില ഫോട്ടോസ്റ്റാറ്റ് കടകളും സ്റ്റുഡിയോകളും കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന നടത്തിയതാണ്. ഇങ്ങനെ വ്യാജമായിട്ട് രേഖകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിനായി പ്രവർത്തിച്ചിരുന്നത് എന്ന് സംശയിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് കേന്ദ്രങ്ങളിലൊക്കെയാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന കൂടി ഉണ്ടായിരിക്കുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ ഇന്ന് രാവിലെ മുതലാണ് ഇഡി ഉദ്യോഗസ്ഥരെത്തി പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജേഷ്, കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തയനുസരിച്ച് കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതായത് 4 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇഡി പരിശോധന നടത്തുന്നത്. കോഴിക്കോട്ടെ നിപ ബാധിതൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഷിഗല്ലയിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ്. പകർച്ചവ്യാപനത്തിൽ സംസ്ഥാനം കടുത്ത ആശങ്കയിലുമാണ്. വിവരങ്ങളുമായി എം രാഗേഷ് കൂടി ചേരുന്നുണ്ട്. രാഗേഷ്, ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഭയപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് സാധ്യത ഇല്ല എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടതും? രാജേഷ് പറഞ്ഞതുപോലെ തന്നെയാണ്, നിപ്പ ഭീതിയിൽ ആശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. സമ്പർക്ക പട്ടികയിൽ പെട്ട ഒരാൾ കൂടെ ഇന്നലെ ആശുപത്രി വിട്ടിരുന്നു. ഇതോടെ രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്ത ആകെ ആളുകളുടെ എണ്ണം 5 ആയിട്ടുണ്ട്. 4 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച 43-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തന്റെ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളില്ല, അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ള ഒരാശങ്കയും നിലനിൽക്കുന്നുണ്ട്. 104 പേരായിരുന്നു സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിലും 14 പേർ ഒപ്പം തന്നെ ഉയർന്ന റിസ്ക് വിഭാഗത്തിലും പെടുന്നതാണ്. 86 പേർക്ക് ഇതിൽ കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽ പെടുന്നവരാണുള്ളത്. ഏതായാലും ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ഉൾപ്പെടെ കർശനമാക്കും. നിലവിൽ ഭക്ഷണത്തിലും വെള്ളത്തിലും ഉൾപ്പെടെയുള്ള ശുചിയുടെ അക്കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്തം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ്. അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യക്ഷമമാക്കാനുമുള്ള നിർദ്ദേശങ്ങളും നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. രാജേഷ്, എം രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് ഇന്നുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. പാർട്ടി തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ തന്നെ നിരവധി വിമർശനങ്ങൾ നേരിട്ടിരുന്നു. CPM പ്രവർത്തകർ ബോധപൂർവം ഇഡിയെ ആക്രമിക്കുകയായിരുന്നു എന്നായിരുന്നു ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ റെയ്ഡ് നടത്താനായി ഇഡി വന്നു. അത് രാഷ്ട്രീയ പ്രേരിതമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു CPM പ്രവർത്തകർ ഇഡിയെ തടയുകയും അവരെ ആക്രമിക്കുകയും ചെയ്തത്. ഈ കേസാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് ഇന്നുണ്ടാകും. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? രാജേഷ്, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് നമുക്കറിയാം IP ബിനു അടക്കമുള്ളവരെയാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. പ്രതികളായി 25 പേരെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. തിരിച്ചറിയാൻ കഴിയുന്ന 25 പേർ. അതിൽ തന്നെ പ്രധാനമായും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകളെ 10 പേരെയോളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പടക്കം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇനി 3 പേരെ കൂടി പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനായി തയ്യാറെടുക്കുന്നുണ്ട്. അവരെ തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഒരു ആക്രമണമായാണ് പോലീസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന കാര്യമടക്കം ഇവർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസ് നടത്തുകയും പ്രതികൾക്ക് കടുത്ത ശിക്ഷയിലേക്ക് തന്നെ പോകുന്ന തരത്തിലേക്കുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള
രീതിയിലാണ് പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 3 പേരെ കൂടി ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന 3 പേരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് അടക്കം പൂർത്തീകരിക്കും. മറ്റ് പ്രതികളെ നേരത്തെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പ്രതികളെ പിടികൂടാനുണ്ട്. അതിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തുതന്നെയായാലും 26 പ്രതികളാണ് കേസിൽ 26 പ്രതികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് 3 പേരുടെ കൂടി കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വിപണി അല്പം നേട്ടത്തിലായിരുന്നു. ഇന്നും ഏത് തരത്തിൽ അതിൽ പ്രതിഫലനമുണ്ടാവും? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിൽ കൂടിയും ആ ഒരു നേട്ടം നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി വിപണിയിൽ നിക്ഷേപ താല്പര്യമായിരുന്നു. അതിനുവേണ്ട ഘടകങ്ങളെല്ലാം വിപണിക്ക് അനുകൂലമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. US ഇറാൻ സമാധാന കരാർ നിലവിൽ വരുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു അനുകൂല ഘടകമായി കണക്കാക്കുന്നു. അതിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയാണ് എണ്ണവിലയിൽ വലിയ തോതിലുള്ള ഇടിവുണ്ടായത്. ഇന്നലെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $78 എന്ന നിലവാരത്തേക്ക് വരെ എത്തിയിരുന്നു. $80 എന്ന നിലവാരത്തിന് താഴെ നിലനിന്ന് വ്യാപാരം നടന്നാൽ കൂടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അനുകൂലമായ ഒരു ഘടകം തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രതിഫലനം രൂപയുടെ മൂല്യത്തിലും കാണിക്കുന്നുണ്ട്. രൂപയുടെ നിലയും കഴിഞ്ഞ ദിവസം മെച്ചപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു നിലവാരത്തിൽ തന്നെ ഈ 2 ഘടകങ്ങൾ തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഇന്നലെ US ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചതും ഒരു അനുകൂല ഘടകം തന്നെയാണ്. എന്തായാലും ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ളതിൻ്റെ സൂചന നൽകുന്നുണ്ട്. 24,100 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് ഇനി പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ 24,500 എന്നുള്ള നിലവാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. മറിച്ചാണെങ്കിൽ 23,800 എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നലെ 24,000 മുകളിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ഒരു നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. അത് തന്നെ വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ നൽകുന്നതുമാണ്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. കാട്ടാനപ്പേടിയിൽ ഉറക്കമില്ലാതെ ഇടുക്കി ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനക്കൂട്ടം ഉന്നതിയിൽ തമ്പടിക്കുകയാണ്. കാട്ടാനയെ തുരത്താൻ വേണ്ട സംവിധാനങ്ങളില്ലാതെ RRT സംഘവും പ്രതിസന്ധിയിലാണ്. ചിന്നക്കനാൽ 301 ഉന്നതിയിൽ ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തിയിട്ട് 26 വർഷങ്ങൾ. അന്ന് ഇവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇന്നും നടപ്പായിട്ടില്ല. അക്രമകാരിയായ ചക്കക്കൊമ്പനും മറ്റ് കാട്ടാനകളും കാടുകയറാതെ ഉന്നതിയിൽ തമ്പടിക്കുന്നു. ഞങ്ങൾ വരുന്ന കലക്ടർമാരോട് എല്ലാവരോടും നേതാക്കന്മാരും എല്ലാവരും ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്, നടപ്പിലാക്കി തരുന്നില്ല. ഫെൻസിങ്ങുടെ കേസ് എല്ലാം ഇവിടുത്തെ വികസനമില്ല, ഇതുവരെ വികസനം നടന്നിട്ടില്ലെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇത്തവണ റോഡ് കുറച്ച് വന്നിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ ഇവിടെ ഒരു വികസനം ഇവിടെ നടപ്പിലാകുന്നില്ല. ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പാക്കി 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും വന്യജീവി പ്രതിരോധത്തിനായി കിടങ്ങോ വൈദ്യുതി വേലിയോ തീർത്തിട്ടില്ല. ആനിയിറങ്കൽ ജലാശയത്തിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനകൾ തമ്പടിക്കുന്നത് 301 ഉന്നതിയിലാണ്. കാട്ടാന പ്രതിരോധത്തിനായി വനംവകുപ്പ് നിയമിച്ചിരിക്കുന്ന RRT സംഘത്തിനാകട്ടെ ഒരു ടോർച്ച് പോലുമില്ല. ആകെയുള്ളത് ഒരു വാഹനം മാത്രം. വിവിധയിടങ്ങളിൽ കാട്ടാനകൾ ഒരേ സമയം ഇറങ്ങുമ്പോൾ ഓടിയെത്താനും ഇവർക്കാകുന്നില്ല. ചിന്നക്കനാലിൽ ആനക്കലിയുടെ ഇരകൾ ഇനിയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ ശാശ്വതമായ പ്രതിരോധ പദ്ധതി നടപ്പാക്കണം. അമൃത ന്യൂസ്, ഇടുക്കി. ഈ ട്രോളിംഗ് ഒക്കെ ആയത് കാരണം തീരദേശ മേഖലയും പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങുന്നത് കാരണം ഈ വനമേഖലയൊക്കെ അല്ലെങ്കിൽ മലയോര മേഖലയൊക്കെ അവരും വളരെ ആശങ്കയിലാണ്. എന്തായാലും ഇതിലൊരു പരിഹാരമുണ്ടാകും. അധികൃതർ കണ്ണു തുറന്ന് കാണട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാർത്താ പ്രഭാതം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.